സോ യെസ്, അങ്ങനെ ഞാൻ പുതിയൊരു വീഡിയോ എത്തിയിരിക്കുകയാണ്. ഇന്ന് മറ്റൊന്നുമല്ല, മൂവി റിവ്യൂ ആണ്. തുടരും. ഒരുപക്ഷെ യൂട്യൂബിൽ ഏറ്റവും അവസാനം റിവ്യൂ ഇടുന്നത് ചിലപ്പോൾ ഞാനായിരിക്കും. ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടിയില്ല കാണാനായിട്ട്. ഇപ്പോൾ കണ്ടിട്ട് തന്നെ 2 ദിവസമായി. പക്ഷേ വീഡിയോ എടുക്കാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ജോലിക്ക് കയറിയ ശേഷം സമയം കിട്ടാറില്ല. സോ യെസ്, കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്. തുടരും. എൻ്റെ മോനെ, ശരിക്കും ശരിക്കും എത്ര നാളായി, നിങ്ങൾ കണ്ടവർക്ക് തന്നെ മനസ്സിലാവും എത്ര നാളായി ഒരു ഇങ്ങനെ ലാലേട്ടൻ ഇങ്ങനെ തിയേറ്ററിൽ കണ്ടിട്ട്. അതായത് മാസ് ആക്ഷൻ, അത് മാത്രമല്ല ഞാൻ പറയുന്നത്, അഭിനയം. ശരിക്കും പറഞ്ഞാൽ അഭിനയം കൊണ്ട് പുള്ളിക്കാരൻ കണ്ണ് നിറച്ച് കളഞ്ഞു. കാരണം അമ്മാതിരി അഭിനയമായിരുന്നു. എത്ര നാളായി, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഓടിയതിനു ശേഷം ഇറങ്ങിയ എത്ര സിനിമകൾ ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിരുത്തിയിട്ടുണ്ട് തിയേറ്ററിൽ. ഞാൻ പറയുന്ന അഭിനയത്തിൻ്റെ രീതിയിലാണ്. ആ ഒരു വിൻറ്റേജ്, ആ ഒരു ടച്ച് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും. ശരിക്കും പറഞ്ഞാൽ ഉദയനാണ് താരത്തിൽ എന്ന സിനിമയിൽ അവസാനം ഒരു സീനുണ്ട്. അതായത് മോഹൻലാലിൻ്റെ സ്വന്തം സിനിമ കണ്ടിട്ട് കണ്ണടച്ച് കരയുന്ന ഒരു സീൻ. അതായത് സന്തോഷം കൊണ്ട്. ആ രീതിയായിരുന്നു. ആ ഒരു ആ ഒരു ഫീലായിരുന്നു എനിക്ക് കിട്ടിയത്. എനിക്കെന്നല്ല, എല്ലാ ഫാൻസിനും ആ ഒരു രീതിക്കായിരിക്കും കിട്ടിയത്. അത് 100% ഉറപ്പാണ്. കാരണം അതിൽ ചെയ്തു വെച്ചേക്കുന്ന ആ ഒരു രീതിയും അഭിനയമായാലും ഫൈറ്റായാലും ലാലേട്ടൻ്റെ സ്വാഗായാലും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ലാലേട്ടൻ മാത്രമല്ല, ശോഭന നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഒട്ടും ഓവറും അല്ല, എന്നാൽ ആ ക്യാരക്ടറെ പിടിച്ച് ചെയ്തിട്ടുണ്ട്. എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. പുള്ളിക്കാരിക്ക് കൊടുത്ത റോൾ എന്തായാലും അടിപൊളിയായിട്ട് ചെയ്യും. സിനിമ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടതാണ്. കാരണം ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നതെന്ന് പറയുന്നത് സ്പോയിലേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ചിലപ്പോൾ സ്പോയിലേഴ്സ് കയറി വരാം. സോ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടതാണ്. ഞാൻ എന്തായാലും തമ്പനയിലോ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ഇതിട്ടേക്കാം. കാരണം ക്യാപ്ഷനിലോ എവിടെയെങ്കിലും ഇട്ടേക്കാം. കാരണം ആദ്യം പറയാൻ ഞാൻ അത് വിട്ടുപോയി പറഞ്ഞു വന്ന ഫ്ലോയിൽ. ഓക്കെ. സോ യെസ്, അങ്ങനെ മേക്കിംഗ് ആയാലും നൈസായിരുന്നു. ഞാനൊരു കോമൺ ആയിട്ടുള്ളൊരു ഓഡിയൻസ് എന്ന രീതിക്കാണ് പറയുന്നത്. സോ എനിക്ക് എന്തൊക്കെ തോന്നുന്നോ അതൊക്കെ ഞാനിവിടെ പറയും. ആ ഒരു രീതിയിലാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഭയങ്കരമായ മൂവി റിവ്യൂ സീൻ ബൈ സീൻസ് എടുത്ത് വെച്ച് പറയാനൊന്നും എനിക്കറിയില്ല. ഞാനൊരു കോമൺ ആയിട്ടുള്ളൊരു ഓഡിയൻസാണ്. ഞാൻ പോകുന്നു, ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, പോയി സിനിമ കാണുന്നു. സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ, എൻ്റെ അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്തും. അല്ലാതെ ടെക്നിക്കൽ പരമായിട്ടും ഭയങ്കര രീതിയിലൊന്നും റിവ്യൂ പറയാൻ എനിക്കറിയില്ല. എൻ്റെ ചാനലാണ്. എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ റിവ്യൂ പറയും. ഇഷ്ടമുള്ള മീൻസ് എനിക്കെന്താണോ തോന്നുന്നത്, ഒരു സിനിമ കണ്ടിട്ട് എന്താണോ തോന്നുന്നത്, അത് ഞാനിവിടെ എക്സ്പ്രസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ഡേ തന്നെ കാണേണ്ട ഒരു ഷോ ആയിരുന്നു. കാരണം ഫാൻസിൻ്റെ കൂടെ ഇരുന്ന് കാണേണ്ട ഒരു ഷോ ആയിരുന്നു. ശരിക്കും അവരുടെ ആ ഒരു റെസ്പോൺസൊക്കെ മിസ്സായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു റോങ് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നാണ് കണ്ടത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, സിനിമ ഇറങ്ങി ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോകുന്നത് തന്നെ. പക്ഷേ അപ്പോഴും പറയേണ്ടതാണ്, ഹൗസ്ഫുള്ളായിരുന്നു ഷോ. പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ഹൗസ്ഫുള്ളായിരുന്നു സീരിയസ്ലി. കാരണം ഞാനും കരുതി ഒരാഴ്ച ആയല്ലോ, ടിക്കറ്റൊക്കെ കിട്ടും, പോയി ടിക്കറ്റ് എടുക്കാം എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എന്നിട്ട് ചുമ്മാ ബുക്ക് മൈ ഷോയിൽ കയറി ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എൻ്റെ വീട്ടിനടുത്തുള്ള തിയേറ്ററിൽ ഹൗസ്ഫുൾ ആവാറായി. പിന്നെ പെട്ടെന്ന് കയറി അങ്ങ് ബുക്ക് ചെയ്തു ഞാൻ. അതുകൊണ്ട് ഏകദേശം നടുക്ക് സീറ്റ് കിട്ടി. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഫ്രണ്ടിൽ പോയി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരേണ്ട അവസ്ഥയായിരുന്നു. ഞാൻ തന്നെ ആലോചിച്ചു പോയി. ശരിക്കും മലയാളത്തിൻ്റെ മോഹൻലാൽ എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല. കാരണം ആ പുള്ളിക്കാരൻ്റെ ഒരു സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് വന്നാൽ, അതും നിങ്ങൾ ആലോചിക്കുക, ഇതൊരു ഫാമിലി മൂവിയാണ്. ഭയങ്കരമായ ഒരു ഹൈപ്പിൽ വന്ന സിനിമയൊന്നുമില്ല എംപുരാനെ പോലെ. എങ്കിൽ അങ്ങനെയെങ്കിലും പറയുമായിരുന്നു, ഒരാഴ്ച കഴിഞ്ഞിട്ടും തള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ബട്ട് ഇപ്പോഴും തിയേറ്ററിൽ സക്സസ്ഫുൾ ആയിട്ട് ഏകദേശം മിക്ക തിയേറ്റേഴ്സിനും ഹൗസ്ഫുള്ളായിട്ട് ഓടുന്നുണ്ട്. അത് സ്റ്റാർഡം തന്നെയാണ്. അതിനൊരു ഡൗട്ടും ഇല്ല. ഇത്രയും നാളും ഒരു ഹിറ്റ് തരാതിരുന്നിട്ട് ആ പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു ഹിറ്റ് തന്നു. ആകെ ഗതി തന്നെ മാറി മലയാളം ഇൻഡസ്ട്രിയിൽ. ഇപ്പം അടുപ്പിച്ച് കളഞ്ഞ 2 സിനിമകളും ഹിറ്റാണ്. ഏകദേശം 100 കോടി, ഏകദേശം അല്ല 100 കോടി ക്ലബിൽ രണ്ടും കയറി. അപ്പം മോഹൻലാൽ എന്ന് പറയുന്ന ബ്രാൻഡ് എത്രത്തോളം ആണ് മലയാള സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് ഈ ഒരു 2 സിനിമ അടുപ്പിച്ചിറങ്ങിയ 2 സിനിമ തന്നെ ധാരാളം. ഇത്രയും നാളും ഫ്ലോപ്പായിരുന്നു. ആ ഒരു 2 സിനിമയ്ക്ക് പോസിറ്റീവ് വന്നു. ഇൻഡസ്ട്രിയിലെ ലാഭം തന്നെ നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റോങ് ഓഡിയൻസിൻ്റെ കൂടെ ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ വൈറലാകുന്ന ആ ഒരു ചാട്ടമുണ്ടല്ലോ, അതായത് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ചാടി ഇറങ്ങുന്ന ഒരു സീനുണ്ട്. എൻ്റെ മോനെ, റോങ് ഓഡിയൻസിൻ്റെ കൂടെ ആണെങ്കിൽ പോലും ആ ഒരു സീന് വന്നപ്പോൾ
ആ കയ്യടിയും ആ ഒരു രോമാഞ്ചം തരുന്ന ആ ഒരു എഫക്റ്റും ഉണ്ടായിരുന്നു സീരിയസ്ലി. നമ്മുടെ ആ തിയേറ്ററിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ റോങ് ഓഡിയൻസ് ആയിരുന്നു, ഫുള്ള് ഫാമിലി ആയിരുന്നു. ബട്ട് സ്റ്റിൽ ആ ഒരു സീൻ കണ്ടപ്പോൾ എൻ്റെ മോനെ ലിറ്ററലി എനിക്ക് രോമാഞ്ചം വന്നു. എനിക്കല്ല, അവിടെ ഇരുന്ന് മിക്കുള്ളവരും കയ്യടിയും ഒരേ ബഹളമായിരുന്നു. അത് എനിക്കറിയില്ല, ആ ഒരു സ്വാഗായിരിക്കും. നിങ്ങൾ കണ്ടവർക്കറിയാം, ചാടി വന്ന് നിന്നിട്ട് ഒരു സ്വാഗ്. എൻ്റെ അമ്പോ, ശരിക്കും രോമാഞ്ചം തരുന്ന സീനായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കഥയായാലും അവസാനം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് സീരിയസ്ലി ഡിസ്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കാരണം ദുരഭിമാന കൊല, സ്വന്തം കുടുംബത്തിൻ്റെ, അത് എല്ലാം നിങ്ങൾ കണ്ടതാണ്. അത് ശരിക്കും പറഞ്ഞാൽ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ്. ആദ്യമൊക്കെ കണ്ടുകൊണ്ടിരുന്ന, അതായത് അവസാനം എത്തുന്തോറും എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കഥ ഇതെങ്ങോട്ടാണ്. എനിക്ക് അതായത് ഞാൻ പറയാൻ പോകുന്നതിന് സ്പോയിലറാണ്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അവനെ എന്തിനാണ് കൊന്നത് എന്ന് എനിക്കിപ്പോഴും ഇപ്പോഴും മീൻസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. മീൻസ് ഞാൻ കരുതി ഇനി എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണോ, പിന്നെയാണ് അവസാനത്തോടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്, ഓക്കെ, ഈ ഒരു റീസൺ കൊണ്ടാണ് അവനെ കൊന്നതെന്ന്. കാരണം ആദ്യമൊന്നും കാണിക്കുന്നില്ലല്ലോ. ആദ്യം എന്തോ പറയുന്നു, പുള്ളിക്കാരൻ ഹെൽമെറ്റ് എടുത്ത് അടിക്കുന്നു, അവൻ വീഴുന്നു, മരിക്കുന്നു, ഇത്രയല്ലേ കാണിക്കുന്നുള്ളൂ. ഞാൻ വിചാരിച്ചു ഇതോടെ കഴിഞ്ഞു, ഇനി വല്ലതും കാണിച്ചു. അങ്ങ് ക്യൂരിയസ് ആയിപ്പോയി. അപ്പം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി. എന്തുകൊണ്ട്, എങ്ങനെ മരിച്ചു, എങ്ങനെയല്ല എന്തുകൊണ്ട് മരിച്ചു എന്ന് എനിക്ക് എന്തുകൊണ്ട് കൊന്നു എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ കഥ ഇങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവസാനം എത്തിയപ്പോൾ ഓക്കെ, പ്രേമമാണ് റീസൺ, അതേപോലെ കുടുംബം, ദുരഭിമാനം, ആ ഒരു രീതിയിലാണ് കൊന്നത്. അതേപോലെ ജോർജ്, അയ്യോ വില്ലൻ, എൻ്റെ അമ്മോ, വില്ലൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞില്ല, ആദ്യം ആ മോഹൻലാൽ സാറിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ചെയ്ത ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം വിട്ടുപോയതാണ് വില്ലൻ. നല്ല ബർക്കത്തുള്ള വില്ലൻ. എൻ്റെ മോനെ, ഒരു സിനിമയെ ലിസ്റ്റ് ചെയ്യാൻ വില്ലൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുമെന്ന് ഈ ഒരു സിനിമ തന്നെയാണ് ധാരാളം. കാരണം നമ്മൾ മലയാള സിനിമയിൽ പലതും കണ്ടതാണ്. വില്ലൻ സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് പരാജയപ്പെട്ട സിനിമകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിനെക്കാളും ഒരുപടി മുമ്പേ ഈ വില്ലനാണ് നിൽക്കുന്നത്. ആദ്യം കാണിക്കുമ്പോൾ എന്ത് തങ്കപ്പെട്ട മനുഷ്യനാണ്. അയ്യോ, അത് പറയാതിരിക്കാൻ ഞാനും ആലോചിച്ചു, അയ്യോ എന്ത് പാവം. അത് കഴിഞ്ഞിട്ടുള്ള സീനും ട്രാൻസ്ഫർമേഷനും ശരിക്കും ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്. ഈ ഒരു വില്ലനെ കോബ്ര എന്ന രീതിക്കാണ് പോർട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ പുള്ളിക്കാരൻ്റെ ബീജിയം വരുമ്പോഴായാലും റാറ്റിൽസ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ്റെ ബീജിയം. ആ ഒരു പേരിനോട് 100% നീതി പുലർത്തുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. എന്തോന്നറിയാം, ശരിക്കും എന്ത് വില്ലനാണ്, ചിരിച്ചുകൊണ്ട് ആളുകളെ അങ്ങ് ട്രാപ്പിലാക്കുന്ന ഒരു വില്ലൻ. അയ്യോ, അത് പറയാതിരിക്കാൻ വയ്യ. ശരിക്കും ഈ ഒരു വില്ലൻ വേറെ ആരെങ്കിലും ചെയ്ത് ചിലപ്പോൾ ഫ്ലോപ്പ് ആയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സിനിമ ഇത്രത്തോളം വിജയിക്കില്ലായിരുന്നു. മേ ബി എൽ ബ്രാൻഡിൻ്റെ പേരിൽ ചിലപ്പോൾ ഓടുമായിരിക്കും. ബട്ട് സ്റ്റിൽ ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും ഗ്രിപ്പ് നൽകിയത് ആ ഒരു വില്ലൻ തന്നെയാണ്. ഈ ഒരു നായകനോട് ഒത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മണ്ടയിൽ വരുന്ന ഒരു വില്ലനാവുമ്പോൾ കഥയുടെ ഗതി തന്നെ മാറും. കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ ഒരു ദേഷ്യം തോന്നും പുള്ളിക്കാരൻ്റെ അടുത്ത്. അത് പുള്ളിക്കാരൻ പോർട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിയേറ്ററിൽ തന്നെ പോയി കാണുക മാക്സിമം. ഞാൻ പല ഇതിലും പറയുന്നുണ്ട്, OTTയിൽ വരുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. മേ ബി ഈ ഒരു സിനിമയ്ക്കാണോ നിങ്ങൾ ഇത്രയും ഹൈപ്പ് കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക, മസ്റ്റ് വാച്ച് ഫിലിമാണ്. പിന്നെ എല്ലാവരും പറയുന്നത് ദൃശ്യമായിട്ടൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത്. എനിക്ക് ഒരിക്കലും ദൃശ്യമായിട്ടൊന്നും അത് കമ്പയർ ചെയ്യാൻ തോന്നിയിട്ടില്ല. കാരണം ദൃശ്യം അതൊരു ടോപ്പ് നോച്ച് സാധനം തന്നെയാണ്. ദൃശ്യം 10/10 ആണെങ്കിൽ എനിക്കിതിനൊരു 9.2 തുടരും. ഈ ഒരു സിനിമയ്ക്ക് 9.2 ഒക്കെ എനിക്ക് കൊടുക്കാൻ തോന്നിയിട്ടുള്ളൂ. കാരണം ദൃശ്യം അതൊരു, നമുക്ക് അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും ഒരു പിടിയുമില്ല. ആ രീതിയിലാണ് എടുത്ത് വെച്ചേക്കുന്നത്. ബട്ട് ഇതും ദൃശ്യമായിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ തോന്നിയിട്ടില്ല. പല ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനിതിവിടെ പറഞ്ഞത്. അപ്പം ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അതിൽ എല്ലാവരും വന്നവരും പോയവരും എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പപ്പുവിൻ്റെ മകൻ, പുള്ളിക്കാരനായാലും നല്ല രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. യെസ്, കഴിവേറി. അത് പുള്ളിക്കാരൻ പോസ്റ്റൊക്കെ ഇട്ട് നിങ്ങൾ കണ്ടതായിരിക്കും. സോ യെസ്, അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഓക്കെ.